ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് കുറച്ച് എണ്ണമാണെങ്കിലും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമ്മൾ തയ്യാറാവണം. അതാണ് ഞാൻ നേരത്തെ ആവർത്തിച്ചു പറഞ്ഞത്. ഏതെങ്കിലും ഒരു പ്രഭാഷണം കേൾക്കുമ്പോ ആവേശത്തിൽ കുറെ സ്വലാത്ത് അങ്ങ് തീരുമാനിച്ച് നേർച്ചയാക്കി ആ നേർച്ച നിർവഹിക്കാൻ പറ്റാതെ ശരീഅത്ത് പറയുന്നത് അനുസരിക്കാതെ റബീഉൽ അവ്വലിൽ ഞാൻ 1 കോടി സ്വലാത്ത് ചൊല്ലുമെന്ന് നേർച്ചയാക്കിയിട്ട് 99 ലക്ഷം ചൊല്ലിയാലും ആ നേർച്ച പൂർത്തിയാവൂലല്ലോ. വെറുതെ എന്തിനാ നേർച്ചയാക്കാൻ? കഴിയാത്ത എന്തിനാ ഏറ്റെടുക്കണത്? അത് സംഭാവന ചോദിക്കുമ്പോ അങ്ങനെ തന്നെ. കഴിയാത്തത് നമ്മൾ ഏറ്റെടുക്കാൻ പാടില്ല. ആര് പറഞ്ഞു നമ്മളോട് അത് ചെയ്യാൻ? മൂലക്കുള്ള മഴു എന്തിനാ കാലിനെടുത്തിടുന്നത്? ഒരാൾ 1 ലക്ഷം സ്വലാത്ത് നേർച്ചാക്കി, അയാൾക്ക് 50,000 ചൊല്ലിയിട്ട് എന്തോ സമയം കിട്ടിയിട്ടില്ല. വേറൊരാൾ ഒന്നും നേർച്ചാക്കിയില്ല, അയാൾ 40,000 സ്വലാത്തല്ലേ റബീഉൽ അവ്വൽ. അയാൾക്ക് ഹറാമിന്റെ കുറ്റവും ഇല്ലല്ലോ. ഇയാൾക്ക് ഈ നേർച്ച ഒഴിവാക്കിയതിന്റെ കുറ്റാവൂലേ? എന്തിനാ വേണ്ടാത്ത പണിക്ക് നമ്മൾ നിൽക്കണത്? ആ ദായിമായി കൊണ്ടു നടക്കുന്ന അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. റബീഉൽ അവ്വലൊക്കെ വരുമ്പോ, റമദാൻ വരുമ്പോ കൂടുതൽ ഇബാദത്ത് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തോളി. വെറുതെ നമ്മൾ റിസ്കിന് ലാ തുഷാദുദ്ദീന, ദീനെ നിങ്ങൾ കടുപ്പാക്കരുത്, പിന്നെ നിങ്ങൾക്ക് തന്നെ ഇത് കടുപ്പായി പോകും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിയാത്ത